സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങൾ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു എക്സാമിൽ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 44 മാർക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏവ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ബീഹാർ എന്നിവയെല്ലാം ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ബീഹാർ എന്നിവയെല്ലാം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിട്ട് പ്രവർത്തിച്ചത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വനിതാ നേതാവാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിട്ട് പ്രവർത്തിച്ചത്? ദാക്ഷായണി വേലായുധനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനം നവംബർ 26. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് നവംബർ 26. ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. 108 അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുന്നത്. 108 അനുച്ഛേദം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആര്? രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ചത് ആരാണ്? യശ്വന്ത് സിൻഹയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. യശ്വന്ത് സിൻഹ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയെ യോജിപ്പിച്ച് താഴെ നൽകിയിട്ടുള്ള കോഡ് ഉപയോഗിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ, ലിസ്റ്റ് 2 ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏത് എന്നതാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. A2 ആർട്ടിക്കിൾ 371 ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 371A നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 371B ആസാം. ആർട്ടിക്കിൾ 371I ഗോവ. ആർട്ടിക്കിൾ 371 ഗുജറാത്ത്, ആർട്ടിക്കിൾ 371A നാഗാലാൻഡ്, ആർട്ടിക്കിൾ 371B ആസാം, ആർട്ടിക്കിൾ 371I ഗോവ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. പ്രസ്താവന ആരുടേത്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ പ്രസ്താവനയാണ്? ജവഹർലാൽ നെഹ്റു. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ ദേശീയ പതാകയാണ്. ദേശീയ പതാക. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 213 ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 213. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ
ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെയാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭേദഗതി. എത്ര ശതമാനമായിട്ടാണ് പരിമിതപ്പെടുത്തിയത്? 15% പരിമിതപ്പെടുത്തിയത്. ഏതാണ് ഭേദഗതി? 91-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. ശരിയാണ്. മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ശരിയാണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത തെരഞ്ഞെടുപ്പ് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു UPSC, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, നീതി ആയോഗ്. ഇതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നീതി ആയോഗാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയിലെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു? ഇന്ത്യയിലെ പ്രഥമ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ്. MC സെതൽവാദ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ നിലവിൽ എത്രയാണ്? 18 വയസ്സ്. എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27 ആണ്. ഏപ്രിൽ 27 നിയമസഭാ ദിനം. ഏപ്രിൽ 27.
ഇന്ത്യയിൽ സംവരണത്തിന്റെ നട്ടെൽ എന്നറിയപ്പെടുന്ന മൗലികാവകാശം ഏത്? സംവരണത്തിന്റെ നട്ടെൽ എന്നറിയപ്പെടുന്ന മൗലികാവകാശം ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 സംവരണത്തിന്റെ നട്ടെൽ എന്നറിയപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 15. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 ആണ്. 3. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഗ്രാമസഭയുടെ സവിശേഷതകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. ഗ്രാമസഭാ യോഗം വർഷത്തിൽ 6 പ്രാവശ്യമെങ്കിലും ചേർന്നിരിക്കണം. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയപ്പെടുന്നത് വാർഡ് സഭകൾ എന്നാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങൾ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായത് ഏത് എന്നാണ്. തെറ്റായത് ഏതാണ്? എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഗ്രാമസഭാ യോഗം വർഷത്തിൽ 6 പ്രാവശ്യമെങ്കിലും എന്ന് പറഞ്ഞിരിക്കുന്നു. വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? 4 പ്രാവശ്യമെങ്കിലുമാണ് ചേർന്നിരിക്കേണ്ടത്. 4 പ്രാവശ്യം. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. ശരിയാണ്. നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയുന്നത് വാർഡ് സഭകൾ എന്നാണ്. ശരിയാണ്. ഒരു ഗ്രാമത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങൾ ആണ്. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പറ്റി പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏത്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പറ്റി പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മഗ്ന കാർട്ട. ഓപ്ഷൻ സി ആണ് ഉത്തരം. മഗ്ന കാർട്ട. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിയമവാഴ്ച ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. പോക്സോ നിയമപ്രകാരം ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത് ആര്? പോക്സോ നിയമപ്രകാരം ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ്. ഓപ്ഷൻ സി. ഇപ്പോഴത്തെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ്. പ്രഹ്ലാദ് ജോഷി. ഇപ്പോഴത്തെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രി ആരാണ്? പ്രഹ്ലാദ് ജോഷി. ലോകസഭ അറിയപ്പെടുന്ന മറ്റു പേരുകൾ. ലോകസഭ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ്, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിവയെല്ലാം അറിയപ്പെടുന്നത് ലോകസഭയാണ്. ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ്, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിവയെല്ലാം അറിയപ്പെടുന്നത് ലോകസഭ. കേരള നിയമസഭയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7-നാണ്. 1957 ജൂൺ 7-നാണ് കേരള നിയമസഭയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. 1957 ജൂൺ 7. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും അത്തരം നടപടികൾക്ക് ശിക്ഷ നടപ്പിലാക്കാനും കൊണ്ടുവന്ന നിയമം. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും അത്തരം നടപടികൾക്ക് ശിക്ഷ നടപ്പിലാക്കാനും കൊണ്ടുവന്ന നിയമം പൗരാവകാശ നിയമം 1955. പൗരാവകാശ നിയമം 1955. ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 14(1) നിയമത്തിനു മുന്നിലെ തുല്യത. ആർട്ടിക്കിൾ 14(2) തുല്യ നിയമ സംരക്ഷണം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 14(1) നിയമത്തിന് മുന്നിലെ തുല്യത. ആർട്ടിക്കിൾ 14(2) തുല്യ നിയമ സംരക്ഷണം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. 74-ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കുക. 74-ാം ഭേദഗതി.
തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. 1993 ജൂൺ 1 ഈ ഭേദഗതി നിലവിൽ വന്നത്. ഈ ഭേദഗതിയോടുകൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് 9A. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാം ശരി. അടുത്ത ചോദ്യം, സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ആര്? സാന്താളി ഭാഷയിലുള്ള ഭരണഘടന പ്രകാശനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമു. ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയുവാനുള്ള താക്കോൽ എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്? ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയുവാനുള്ള താക്കോൽ എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്? ബെരുബാറി കേസിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബെരുബാറി കേസ്. ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന എന്ന അവസ്ഥ ഏത്? ഓപ്ഷൻ ബി ആണ് സാമൂഹിക നീതി. ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന എന്ന അവസ്ഥ സാമൂഹിക നീതി. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഭരണഘടനാ ഭേദഗതി അനുച്ഛേദം 368 ആണ്. അനുച്ഛേദം 368. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നുമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒരു തവണ. ഭരണഘടനാ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് അനുബന്ധ സ്ഥാപനത്തിലാണ് അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്? യുനെസ്കോ ആണ്. യുനെസ്കോ. ഭരണഘടനാ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് അനുബന്ധ സ്ഥാപനത്തിലാണ് അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്? യുനെസ്കോ അല്ല. യുനെസ്കോ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. ആദ്യത്തെ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഭരണഘടന എഴുതി തയ്യാറാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 1, 3, 4 എന്നിവയാണ് തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഭാഗങ്ങളാണുള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 പട്ടികകളാണ് ഉള്ളത്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ്. ശരിയാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത് 86-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 86-ാം ഭേദഗതി. 106-ാം ഭേദഗതി അനുസരിച്ച് വനിതാ സംവരണത്തിൻ്റെ കാലയളവ് എത്ര വർഷമാണ്? 106-ാമത്തെ ഭേദഗതി അനുസരിച്ച് സംവരണ കാലാവധി 15 വർഷമാണ്. 15 വർഷം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ ഏകദേശം എത്ര രാജ്യങ്ങളിലെ ഭരണഘടനകളാണ് പഠന വിധേയമാക്കിയത്? ഏകദേശം 60 രാജ്യങ്ങളിലെ ഭരണഘടനകളാണ് പഠന വിധേയമാക്കിയത്. 60. അവസാനത്തെ ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. പ്രായപൂർത്തി വോട്ടവകാശം അനുച്ഛേദം 326 ആണ്. അനുച്ഛേദം 326. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.